ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി വെറൈറ്റി സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വീട്ടിൽ മുട്ട ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്കാണ്. ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. കാണാനും നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന് പ്രസ് ചെയ്ത് വെക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഇതിലോട്ട് വേണ്ട മുട്ട നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ 5 മുട്ട എടുത്തിട്ടുണ്ട്. ഒരു മുട്ടയെ 4ആയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കും. അപ്പോൾ നിങ്ങൾ വീട്ടിലുള്ള എണ്ണ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ട എണ്ണ അനുസരിച്ചിട്ട് മുട്ട എടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ എന്തായാലും ഒരു 5 മുട്ട ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. മുട്ട കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ടൊരു മാവ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഒരു ബൗളിലോട്ട് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മൾ സാധാരണ മാവ് കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുക്കാം. കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. മാവ് നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ മുട്ട നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഈ ഒരു ചൂടുള്ള വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് ഒരു തണുത്ത വെള്ളത്തിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ നമുക്ക് മുട്ടയുടെ തോല് നല്ല ഈസി ആയിട്ട് കളഞ്ഞെടുക്കാൻ പറ്റും. ഇനി നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടത് ഇതിലോട്ട് വേണ്ട മസാലയാണ്. അപ്പോൾ ഒരു പാൻ നന്നായിട്ട് ചൂടാക്കി അതിലോട്ട് നിങ്ങൾ സാധാരണ യൂസ് ചെയ്യുന്ന ഓയിലോ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കുക. എന്നിട്ടത് നന്നായിട്ട് ചൂടായി വന്നിട്ടാകുമ്പോൾ പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് സവാളയാണ്. അപ്പോൾ 2 മീഡിയം സൈസുള്ള സവാള നൈസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. അപ്പോൾ സവാള പെട്ടെന്ന് ഒന്ന് വഴറ്റിയെടുക്കാനും പറ്റും. ഇനി ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നല്ല സോഫ്റ്റും ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കുക. സവാള നന്നായിട്ട് വഴണ്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് 3ഉം ചേർത്ത് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2-3 പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി ഇത് ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴറ്റിയ ശേഷം പിന്നെ ഇതിലോട്ട് നമുക്ക് കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം പിന്നെ നമുക്ക് ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ടിപ്പോൾ ഞാൻ ഒരുപാട് പൗഡേഴ്സൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇതിൽ ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത് 3ആണ് ഇതിലോട്ട് ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ മസാലയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുത്ത് മസാലയുടെ പച്ചമണമൊക്കെ മാറിയ ശേഷം പിന്നെ ഇതിലോട്ട് ഒരു മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ച് ഉടച്ചിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് വലുതായി പോകരുത്, ഒരു മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് എടുത്താൽ മതി. എന്നിട്ട് അതിനെ നന്നായിട്ട് വേവിച്ച് നന്നായിട്ട് ഉടച്ചെടുക്കാൻ വേണം. കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് ഉടച്ചെടുക്കാം. എന്നിട്ട് ഇത് ഈ മസാലയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങും മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ആയ ശേഷം പിന്നെ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിത് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മസാല മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് സ്നാക്ക് റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള ആ ഒരു മൈദയുടെ മിക്സ് എടുക്കുക. എന്നിട്ട് അതിനെ ഓരോ ബോൾസാക്കി എടുത്തിട്ട് അതിലൊരു ബോൾസ് നന്നായിട്ട് അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെ പരത്തിയെടുക്കുമ്പോൾ അധികം നൈസായിട്ടും ഓവർ തിന്നായിട്ടും പരത്തിയെടുക്കേണ്ട, ഒരു മീഡിയം ലെവലിൽ പരത്തിയെടുക്കാം. എന്നിട്ട് നമുക്കിത് ഒരു മൂടി വെച്ചോ ഒരു
അടപ്പ് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കേണ്ടതാണ്. റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു റൗണ്ടിൻ്റെ ഒരു സൈഡിലായിട്ട് നമുക്ക് ആദ്യം കുറച്ച് മസാല വെച്ച് കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു റൗണ്ടിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് മസാല വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുള്ള മുട്ടയെ 4ആയിട്ട് കട്ട് ചെയ്തിട്ട് അതിലൊരു പീസ് ഇതിലോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് മറ്റേ വശം കൊണ്ട് കവർ ചെയ്തിട്ട് ഇതിൻ്റെ ആ ബാക്കി വരുന്ന സൈഡ് ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു നല്ല ഷേപ്പും കാണാനൊരു നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ മുഴുവനായിട്ടും പരത്തി മസാല വെച്ചിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ മുഴുവനായിട്ടും പരത്തി ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ സ്നാക്സൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. 2 വശവും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ മുഴുവനും ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്ക് നന്നായിട്ട് മുഴുവനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ ഇത് ഒരിക്കലെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.